100 വയസ്സ് വരെ ജീവിക്കണം. പക്ഷേ മരിച്ചാലും നോക്ക്, ഞാനിതേ പഠിക്കുന്നത്, വൈഫ് നല്ല നിലയിലുണ്ട്, മോൻ നല്ല നിലയിലായി, പിന്നെ കൊച്ചിനെ സംബന്ധിച്ച് അവള് പഠിക്കുന്നു, അവളും ഒരു നിലയിലായിക്കോളും. പിന്നെ എന്തോ മുതലാണ് ഇനി പേടിക്കുന്നത്? ഒരു പേടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സാധിച്ചു തന്നതെന്ന് പറയാം. അതുപോലെ തന്നെ മോന 22 വയസ്സ് 5 മാസം ആയപ്പോഴേ 1.5 ലക്ഷം രൂപ പറഞ്ഞിട്ടാണ് അവൻ 15.5 ലക്ഷം രൂപ പറഞ്ഞിട്ടാണ് അവനെ ബാങ്കിൽ എടുക്കുന്നത്. ഒരു വർഷത്തേക്ക് 15.5 ലക്ഷം രൂപ. ഒരമ്പലത്തിലും ഒരിടത്തും ഞങ്ങള് പോവുകയോ അവൻ പോവുകയോ ചെയ്തിട്ടില്ല. എന്ത് കുഞ്ഞാൻ അമ്പലത്തിൽ പോന്നെ? അവന്റെ മിടുക്കൊണ്ട് അവൻ ജോലി വാങ്ങിച്ചു. അവന്റെ മിടുക്കൊണ്ട് അവൻ ജോലി വാങ്ങിച്ചു. ഇനിയെന്ത് ദൈവത്തിന് എന്തോ കാര്യം? ഞാൻ പറയുന്നത് വിശ്വാസം ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വാസമാണ്, ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ആ വിശ്വാസം ഇവിടുത്തെ RSSകാരന്റെ വിശ്വാസമാവരുത്, ഇവിടുത്തെ ജമാഅത്തിയുടെ വിശ്വാസമാവരുത്. RSSകാരന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോസും വേണ്ട, ജോയിയും വേണ്ട, പിന്നെ രാജമണിയും വേണ്ട, പിന്നെ ഇത് രവിയും സിദ്ധാർത്ഥനും മതി എന്നൊരു ധാരണ, അത് പാടില്ല. ഇവിടെ എല്ലാരും നമ്മളെല്ലാം വേണം. സിദ്ധാർത്ഥനുമല്ല, അതായത് BJP ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാതുർ വർണ്ണയം. വർണ്ണയം എന്ന് പറഞ്ഞാൽ 4, ചാതുർ 4, 4 വർണ്ണം. 4 വർണ്ണം ഏതൊക്കെയാ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതാണ് ഈ 4 വർണ്ണയം. ഈ 4 വർണ്ണമേ ഉള്ളൂ. ഇവര് മാത്രമേ ഉള്ളൂ മനുഷ്യര്. അതായത് ബ്രാഹ്മണര്, അവര് ദൈവത്തിന്റെ തൊട്ടിപ്പുറത്തേക്കുന്നവരാ. അത് കഴിഞ്ഞ് ക്ഷത്രിയര്, അവര് യുദ്ധം ചെയ്യാനും അവര് മറ്റു കാര്യങ്ങൾ ചെയ്യാനും അവരാണ് പോലീസ് സംഭവം. അത് ക്ഷത്രിയര്. വൈശ്യര്, ഈ കച്ചവടക്കാർ വേണമല്ലോ, സാധന വിൽപ്പന, അങ്ങനെ കച്ചവടക്കാർ വൈശ്യര്. ശൂദ്രര്, ഇവരെല്ലാം പിന്നെ താങ്ങി കൊടുക്കാനും അവന്റെ പെണ്ണും പിള്ള ഈ തമ്പുരാക്കന്മാർക്ക് കൊടുക്കാനും, അതായത് നായന്മാര്. അതാണ് അവർ. ഇത്രയാണ് കണ്ടുള്ളത്. മനുസ്മൃതിയിൽ പറയുന്നു ഇത് തന്നെയാണ്. ഈ ചാതുർ, ഈ 4 വർണ്ണം മതി. ബാക്കി ഇതിന് കീഴ്പോട്ടുള്ളത് എല്ലാം വേസ്റ്റാ. മനുഷ്യനായിട്ട് ഒരു കണക്കൂട്ടിട്ടില്ല. ഇതാണ് ഈ പറയുന്ന BJP അല്ലെങ്കിൽ RSS കൈക്കൊണ്ടത്. പക്ഷേ